ഇപ്പോൾ ലോകകപ്പ് നോക്കൌട്ടിൽ ബ്രസീലിനെതിരെ ജപ്പാൻ മുന്നിൽ 29-ാം മിനിറ്റിൽ കൈഷു സോനുവാണ് ഗോൾ നേടിയത്. വിവരങ്ങളുമായി അമൽനാഥ് ചേരുന്നുണ്ട്. അമലിത, ജപ്പാന്റെ മുമ്പിൽ വിറച്ചു നിൽക്കുകയാണ് ബ്രസീൽ. എങ്ങനെ പോകുന്നു മത്സരം? ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ എന്താണ്? സിന്ധുരി, മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, രണ്ട് കരുത്തർ തമ്മിലുള്ള മത്സരമാണ് ബ്രസീലും ജപ്പാനും തമ്മിലുള്ളത് എന്നുള്ളത്. ബ്രസീൽ പലപ്പോഴും ഇൻഡിവിജ്വൽ മികവിൽ സ്കോർ ചെയ്യുമ്പോൾ ജപ്പാൻ ഒരു ഗ്രൂപ്പ് പ്ലേ ആണ് പലപ്പോഴും കളിക്കുക. അത് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിലും കാണാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളതാണ്. ആദ്യ പകുതിയിൽ ആദ്യ 45 മിനിറ്റിൽ ഒരു ഗോൾ നേടിക്കൊണ്ട് ജപ്പാൻ ഈ മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കൂടെ ബ്രസീലിന്റെ ആരാധകരൊക്കെയുണ്ട്, പക്ഷേ അവർ ഇപ്പോഴും ഈ ഒരു പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ്. ജപ്പാൻ ആദ്യ പകുതിയിൽ മുന്നിട്ട് നിൽക്കുകയാണ്. അതെ, ഞങ്ങൾ തിരിച്ചു വരും. ഇനി അടുത്ത നെയ്മർ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ഇറങ്ങി അടുത്ത ഗോള് മറുപടി ഗോള് ഞങ്ങൾ അടിച്ചിരിക്കും, തീർച്ചയായിട്ടും അടിച്ചിരിക്കും. നെയ്മർ ഇറങ്ങും എന്തായാലും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ സാലമാണ്. പക്ഷെ ബ്രസീലിന്റെ ഈ ഒരു ഫോം വെച്ച് കപ്പെടുക്കാൻ വേണ്ടി പറ്റുമോ? 100%. സുൽത്താൻ മാറിയേക്കണ സെക്കൻഡ് ഹാഫിലാണ്. അപ്പൊ അതിൽ നമുക്കൊരു സംശയമില്ല, എന്തായാലും സെക്കൻഡ് ഹാഫിൽ കളി മാറും എന്നുള്ളതിന് ഒരു സംശയമില്ല. തിരിച്ചു വരുമോ ബ്രസീൽ? തിരിച്ചു വരുമോ? നമ്മളാണ് ഇനി, നമ്മളെ കടയാണ് ഇനി, മൊത്തം എല്ലാം നമ്മളെ കടയാണ്. വിട്ടൊന്നും പോരാ, കിട്ടണം. സിന്ധുരി, ഇത്തരത്തിൽ വലിയ ആവേശം തന്നെയാണ്. അതായത് ജപ്പാൻ ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുമ്പോഴും ബ്രസീൽ ആരാധകർ പറയുന്നത് അവസാന 45 മിനിറ്റിൽ ഒരു തിരിച്ചുവരവുണ്ടാകുമെന്നാണ്. അത്തരത്തിൽ ബ്രസീൽ ആരാധകർ പ്രതീക്ഷകൾ കൈവിടുന്നില്ല എന്നുള്ളതാണ്. ജപ്പാനാണ് മുന്നിട്ട് ബ്രസീൽ ആരാധകർ പറയുന്നത് സെക്കൻഡ് ഹാഫിൽ ഒരു തിരിച്ചുവരവുണ്ടാകും. ഒരിക്കലും ഉണ്ടാവൂല, ജപ്പാൻ തന്നെ ജയിക്കും. ജപ്പാൻ ഇനിയും ഗോൾ സ്കോർ ചെയ്യും. ഈ ഒരു ഫോമിലാണെങ്കിൽ ജപ്പാൻ ഇനിയും ഗോൾ സ്കോർ ചെയ്യാൻ ചെയ്യും. 2 ഗോളും കൂടി അടിക്കും തിരിച്ച്. സിന്ധൂര്, ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെയാണ് ജപ്പാന്റെയും ആരാധകരുണ്ട്, ബ്രസീലിന്റെയും ആരാധകരുണ്ട്. അത്തരത്തിൽ രണ്ട് ആരാധകരും വലിയ പ്രതീക്ഷ തന്നെ ഇപ്പോഴും വെച്ചു പുലർത്തുന്നു എന്നുള്ളതാണ്. കാരണം ഒരു ഗോളിന് ജപ്പാൻ മുന്നിട്ട് നിൽക്കുമ്പോഴും വരുന്ന 45 മിനിറ്റിൽ ഒരു പക്ഷേ ബ്രസീൽ തിരിച്ചു വരുമെന്ന് പറയുന്നു. അതേസമയം in the stadium here, but they are the ones dreaming of the first knockout victory at a World Cup finals at the 5th attempt. There's confirmation of the change for Brazil.